പൃഥ്വി, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അമ്മാവന്റെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ലായിരുന്നോ? എന്തിന്? ഏ, അമ്മാവന് കൂട്ടിന് അവിടെ കിരണും ദുർഗയുണ്ടല്ലോ. കിരണും ദുർഗയോ? എന്തൊക്കെയാ നീ പറയുന്നേ? അതെ, അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിലേ പോയി നോക്ക്. അമ്മാവൻ അവിടെ കിരണോടും ദുർഗയോടും ചിരിച്ചു കളിച്ച് നടക്കാം. സത്യമാണോ നീ പറയുന്നേ? ഏട്ടനെ അവര് മയക്കെടുത്തോ? ആ, എനിക്കൊന്നും അറിയില്ല. ഏതായാലും എനിക്കൊരു കാര്യം ഉറപ്പായി, അമ്മാവനെ കൊണ്ടുവന്നത് കൊണ്ടൊന്നും അവരെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പോയാൽ മിക്കവാറും അവർക്ക് വേണ്ടി അമ്മാവൻ നമുക്കെതിരെ നിൽക്കുന്നാ തോന്നുന്നു. ഇവരെങ്ങനെ ഈ ആൾക്കാരെ സോപ്പിട്ടെടുക്കുന്നെന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരെയൊക്കെ നോക്കിയാലും എന്തൊക്കെ ചെയ്താലും ഇനി അധിക നാൾ അവരിവിടെ വീട്ടിലുണ്ടാവില്ല. എന്താണ് ഒരു ചർച്ച? എന്റെ കാര്യം വല്ലതും ആണോ? ഇവൻ ഈ പറയുന്നത് സത്യമാണോ? ഏട്ടനിപ്പോ അവരുടെ ആളായോ? എന്തിനാ ചിരിക്കുന്നത്? കിരണോടും ദുർഗയോടും അമ്മാവൻ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. എന്റെ പൃഥ്വി, നീ ഇത്രക്ക് പൊട്ടനായി പോയല്ലോ. ഇങ്ങനെയാണോ നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? അതെ, നമ്മളൊരാളെ എതിർക്കുന്നതിന് മുമ്പ് അവരെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആ ഐഡിയ ഞാൻ ഇവിടെ ഇറക്കിയത്. അവരെ കുറിച്ച് കൂടുതലൊന്നും അറിയാനില്ല. സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ടാത്തൊരുത്തിയ ദുർഗ. മറ്റവൻ പിന്നെ വീടും കുടുംബം ഒന്നും ഇല്ലാത്ത ഒരു അനാഥ. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോന്ന് കൂടെ അറിയണ്ടേ? ഒരു കാര്യവും കാരണവും ഇല്ലാതെ ആരും ഇങ്ങനെ വീട്ടിൽ കയറി താമസിക്കില്ല. അത് എന്താണെന്ന് കണ്ടുപിടിക്കുക ആദ്യം വേണ്ടത്. എന്നിട്ട് അമ്മാവൻ എന്തെങ്കിലും വിവരം കിട്ടിയോ? അതൊക്കെ പറയാം. നമുക്ക് ഒന്ന് ഇരുന്ന് സംസാരിക്കാം. നീ വാ, നിന്നോടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതെ, ഞങ്ങൾ ഇരിക്കട്ടെ.